ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം റിലീസായ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 3-നാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 2-നായിരിക്കും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് ഓഫ്ലൈനായിട്ടും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 6-നാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 10. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് വരുന്നത് ഏപ്രിൽ 3 ആയിരിക്കും. ലാസ്റ്റ് ഡേറ്റ് മെയ് 2. ഇനി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസിൻ്റെ എണ്ണമാണ്. അത് റിക്രൂട്ട്മെൻറ്റ് നമ്പർ 4/2024 4 വേക്കൻസീസ് ആണ്. അതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് വരുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഈ പറയുന്ന 4 വേക്കൻസീസ്. ഇനി റിക്രൂട്ട്മെൻറ്റ് നമ്പർ 5/2024 41 വേക്കൻസീസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഇത് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ ചേഞ്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി നോക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്കാണ് ചോദിക്കുന്നത്. ഇതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ലോ ഡിഗ്രി. പിന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. അപ്പോൾ ഇതായിരിക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കുന്നത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് കോമൺ ആയിട്ട് പറയുന്നത് 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയ്ക്ക് പ്രായമുള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ റിസർവേഷൻ കാറ്റഗറി, അതായത് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവർക്ക് പറയുന്ന ഏജ് ലിമിറ്റ് 1983 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അത് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് 1983 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി കാൻഡിഡേറ്റ്സ് ബിലോങ് ടു അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് OBC കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 1985 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി അതർ മെമ്പേഴ്സ് ഓഫ് ഹൈക്കോർട്ട് സർവീസസ് വർക്കിംഗ് ഇൻ ദ കാറ്റഗറീസ് ഹാവിംഗ് പേ സ്കെയിൽ ബിലോ ദാറ്റ് ഓഫ് ദ അസിസ്റ്റൻറ്റിൻ്റെ പേ സ്കെയിലിനേക്കാളും കുറവ് സാലറി വാങ്ങിയിരുന്ന കാൻഡിഡേറ്റ്സ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത് 1984 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏജ് ലിമിറ്റ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് ഫീസ് പറയുന്നത്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ SC ST അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ളവർക്കാണ് പറയുന്ന 500 രൂപ ഫീസ് വരുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ് www.hck.recruitment.kerala.courts.in. അതായിരിക്കും ഇതിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ നോക്കുക, www.hckrecruitment.kerala.courts.in അതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇതുവഴിയായിരിക്കും ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് 3 സ്റ്റേജായിട്ടായിരിക്കും കംപ്ലീറ്റ് ആവുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേജിൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ ഇൻ്റർവ്യൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ 100 മാർക്ക് വരുന്ന ഒരു എക്സാമിനേഷനാണ്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു എക്സാമിൽ വരുന്നത്. ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന സമയം 75 മിനിറ്റ്സ് ആണ്. അതിൽ
ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് വീതവും. നെഗറ്റീവ് മാർക്കിംഗ് 1/4 ആണ്. അതായത് 4 തെറ്റുത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ അതായത് 100 ക്വസ്റ്റ്യൻസിൽ അടങ്ങുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ജനറൽ ഇംഗ്ലീഷിൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ ഇംഗ്ലീഷിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. പിന്നെ ജനറൽ നോളജിൽ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ വരുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയായിരിക്കും: ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ നോളജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ നോളജിൽ വരുന്നത്. പിന്നെ വരുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. അവിടെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ടോട്ടൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. നെഗറ്റീവ് മാർക്ക് 1/4 ആണ്. ഒരു ശരിയുത്തരത്തിന് 1 മാർക്ക് വീതമാണ്. ടൈം ഡ്യൂറേഷൻ, എക്സാമിൻ്റെ ഡ്യൂറേഷൻ 75 മിനിറ്റ്സ് ആയിരിക്കും. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം 60 മിനിറ്റ്സ് ആണ്. ഡ്യൂറേഷൻ 60 മിനിറ്റ്സ് ആണ്. 60 മാർക്കായിരിക്കും എക്സാമിന്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് പറയുന്നത് 60 മാർക്കാണ്. കൺസിസ്റ്റ് ഓഫ് പ്രിസൈസസ്, കോംപ്രിഹെൻഷൻ ആൻഡ് ഷോർട്ട് എസ്സേസ്. ഇത്രയുമായിരിക്കും ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ വരുന്നത്. ഇനി ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജ് ഇൻ്റർവ്യൂ ആണ്. ഫൈനൽ സ്റ്റേജ് ഓഫ് ദി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിന് 10 മാർക്കാണ് അവർ പറയുന്നത്. ദ മിനിമം മാർക്സ് ഫോർ ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് വിൽ ബി 35% ഇൻ ദ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിന് 35% എങ്കിലും കിട്ടുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ മെയിൻ ലിസ്റ്റിൽ, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനും ഇൻഫർമേഷനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്